ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ അഭിപ്രായത്തെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി എന്താണ് നടപ്പാക്കാൻ ശുപാർശ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഈ 47 പാർട്ടികളിൽ 32 പാർട്ടികൾ പിന്തുണച്ച പാർട്ടികൾ ഏതൊക്കെയാണ്? സ്വാഭാവികമായിട്ടും BJPക്ക് ഒത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ BJPയോടൊപ്പം നിൽക്കുന്ന പാർട്ടികളാണ്. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്നും അത്തരത്തിലുള്ള എക്സസൈസുകൾ, പൊളിറ്റിക്കൽ എക്സസൈസുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളാണ് മറ്റ് 15 പാർട്ടികൾ. ഈ പാർട്ടികളുടെ പേര് കൂടി ഇവരൊന്ന് പുറത്തേക്ക് വിടണം. പിന്നെ ഇതിൽ വോട്ടെടുപ്പിൽ ഇതിന് അഭിപ്രായം രേഖപ്പെടുത്താൻ പങ്കെടുത്ത ആളുകളിൽ 80% എന്ന് പറയുന്നതും ഏത് തരത്തിലുള്ള ആളുകളാണ്, എത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണ്, എങ്ങനെയാണ് ഇതിലേക്ക് അഭിപ്രായം ശേഖരിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ല. ഈ ഒരു ഇലക്ഷൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒരു ഇലക്ഷൻ നടത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നതല്ലോ. ഈ പ്രധാനമായിട്ടും ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ആളുകളുടെ മുമ്പിൽ വേറെ അഭ്യാസമൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു അഭ്യാസം എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ അതിനോടൊപ്പം ഇവർക്ക് നടത്താമായിരുന്നല്ലോ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭൂരിപക്ഷം അന്ന് NDAക്ക് ഉണ്ടായിരുന്നു, BJPക്കും സീറ്റുകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. അന്ന് നടത്താൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണപ്പെട്ട ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു ഇലക്ഷൻ നടത്തുക എന്നുള്ളതല്ല. ഇവിടുത്തെ ആളുകളുടെ മറ്റു പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ പോലെ, വിലക്കയറ്റം പോലെ ഉള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഭയമുള്ള ഒരു സർക്കാരാണ് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തിയാൽ ഈ രാജ്യത്തെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് വാദിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. അത് ഇതിലെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഞാൻ ഒരു ചോദ്യം BJPയുടെ പ്രതിനിധികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കണം. സ്വാഭാവികമായിട്ട് 2026 നടക്കണം. ആ 2026 നടക്കുമ്പോൾ നിങ്ങൾ നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കുമോ അതോ പിണറായി സർക്കാരിനെ 2029 വരെ തുടരാൻ അനുവദിക്കുമോ? നിങ്ങൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ പിണറായി സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾ അവർക്ക് എതിരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2029 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ടെന്യൂർ തീരുന്നത് വരെ നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ തുടരാൻ അനുവദിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം നരേന്ദ്രമോദി അടക്കം BJPയുടെ MPമാർ രാജിവെച്ച് ഇലക്ഷനിലേക്ക് പോകുമോ? ആ ഒരു ചോദ്യം ഞാനിങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായി ചോദിക്കുന്ന, നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം വേണമല്ലോ. പിന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ രാജ്യത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രാദേശിക പാർട്ടികളുടെ ശേഷി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, തദ്ദേശീയമായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നാവരിയും എന്ന് പറയുന്ന BJP നേതാവിനെ തിരുത്താൻ BJPയുടെ ആരും തയ്യാറാകുന്നത് കണ്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് തുല്യമായിട്ടുള്ള ഗതി വരും രാഹുൽ ഗാന്ധിക്ക് എന്ന് പറയുമ്പോഴും അതിനെ തിരുത്താനോ അതിനെതിരെ സംസാരിക്കാനോ ഒരു BJP നേതാവിനെ നമ്മൾ കാണുന്നില്ല. എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ ഇലക്ഷൻ നടക്കുന്നതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് വരെയുള്ള ഇലക്ഷൻ നടന്നാൽ താഴെത്തട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വിഷയങ്ങളോ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ആളുകളുടെ മുമ്പിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. പിന്നെ സാമ്പത്തിക ലാഭമാണ് മുന്നിൽ വെക്കുന്നത്. അഭിലാഷ പൂർത്തിയാക്കും, 1 മിനിറ്റ് കൂടി തരണം. സാമ്പത്തിക ലാഭമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 3500 കോടി രൂപയുടെ പ്രതിമ പണിയുന്നതിനേക്കാളും എളുപ്പമല്ല ഈ രാജ്യത്തെ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ്, ഡെമോക്രാറ്റിക് എക്സസൈസ് നടത്തുന്നതല്ലേ? അത് കുറെ കൂടി അഭികാമ്യം. ഇവിടെ ഇടിഞ്ഞു വീണ മറ്റേ പ്രതിമ വീണ്ടും പുതുക്കി പണിയാൻ ചെലവഴിക്കുന്ന പണത്തേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ആളുകളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, വൈറ്റാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇനി നിങ്ങൾ സാധ്യമല്ലാത്തതൊക്കെ സാധിച്ചു കാണിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിനെ നിങ്ങൾ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കി പല കഷ്ണങ്ങളാക്കി എന്ന് അത് നിങ്ങൾ സാധിച്ചു. അത് നിങ്ങളുടെ മിടുക്കാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് പറ്റാതെ പോയത്? അമിത്ഷാ തന്നെ 1 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നിങ്ങൾ തീവ്രവാദം ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് പോലും ദിനം പ്രതി അവിടെ തീവ്രവാദ അക്രമങ്ങൾ നടക്കുന്നു. നിങ്ങൾ നോട്ട് നിരോധിച്ചത് തീവ്രവാദത്തെ ഫണ്ടിങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതേ മോദി തന്നെ പറയുന്നു അദാനിയും അംബാനിയും ടെമ്പോ വാനിൽ കള്ളപ്പണം കടത്തുന്നുണ്ട്. ഇവിടെ തീവ്രവാദം ഇപ്പോഴും നടക്കുന്നുണ്ട്, അക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. BJP മുൻകാലങ്ങളിൽ മുമ്പോട്ട് വെച്ചതും ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നതും ഒക്കെ പൊള്ളയായ വാഗ്ദാനങ്ങളും തട്ടിപ്പുമാണ്. പ്രധാന പ്രശ്നങ്ങളിലെ കോൺഗ്രസിന്റെ പോയിന്റ്.